അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 18-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വലഖദ് കസ്സബ, തീർച്ചയായും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ, ഫകൈഫ, അപ്പോൾ എങ്ങനെ, കാന ആയിരുന്നു, നക്കീരി എൻ്റെ പ്രതിഷേധം. ചരിത്രത്തിൽ അള്ളാഹുവെ നിഷേധിച്ച മുൻ തലമുറകളെ അള്ളാഹു എങ്ങനെയാണ് നേരിട്ടത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന ചോദ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. വലഖദ് എന്ന ഉറപ്പിക്കൽ ശൈലിയിലാണ് അള്ളാഹു ഈ ആയത്ത് ആരംഭിക്കുന്നത്. കാര്യത്തിൻ്റെ ഗൗരവത്തെയും സംശയമില്ലാത്ത സത്യമാണ് അത് എന്നതിനെയും ചരിത്രം ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പിനെയും ഒരുപോലെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് വലഖദ്. മുൻഗാമികൾ നശിക്കാൻ കാരണമായത് കസ്സബ, അവരുടെ നിഷേധത്തിൻ്റെ, സത്യത്തിന് നേരെ കണ്ണടക്കലിൻ്റെ, സത്യത്തെ കളവാക്കലിൻ്റെ സ്വഭാവം ആയിരുന്നു. അത്തരം സ്വഭാവം ആരെല്ലാം ഏതെല്ലാം കാലത്ത് സ്വീകരിക്കുന്നുവോ അവരൊക്കെ നശിക്കും. ആദ്, സമൂദ്, ഫറോവൻ്റെ സമൂഹം, സദൂം ഗോത്രം, അവരൊക്കെ അവരുടെ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി മക്കക്കാർക്ക് അറിയാമായിരുന്നു. മുൻഗാമികൾക്ക് സംഭവിച്ച അതേ അവസ്ഥ നിങ്ങൾക്കും സംഭവിക്കുമെന്ന് മക്കക്കാരെ കൃത്യമായും വ്യക്തമായും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പ്രവാചകന്മാരെ നിഷേധിച്ച മുൻഗാമികൾ തകർന്നടിഞ്ഞ നാഗരികതകളുടെ അവശിഷ്ടങ്ങളിലൂടെ മക്കക്കാർ നിരന്തരമായി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. മദായിൻ സാലിഹിലൂടെ, ചാവുകടൽ പ്രദേശങ്ങളിലൂടെയെല്ലാം കൺമുന്നിൽ കാണുന്ന ആ ചരിത്ര സത്യങ്ങളെ ഓർത്ത് ചിന്തിച്ച് സത്യത്തിൻ്റെ വഴിയിൽ വരണം എന്ന് ഖുർആൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. ഫകൈഫ കാന നക്കീർ, എൻ്റെ ശിക്ഷ എങ്ങനെയുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അത് ഒരു വിവരശേഖരണത്തിൻ്റെ ചോദ്യമല്ല, മറിച്ച് ആ ശിക്ഷ അതീവ ഭയാനകവും കഠോരവുമായിരുന്നു എന്ന് കേൾവിക്കാരെ സമ്മതിപ്പിക്കാനും അവരിൽ ഭയം ഉണ്ടാക്കാനുമുള്ള ശൈലിയാണ്. അള്ളാഹുവിൻ്റെ വെറുപ്പ് ഒരാൾ സമ്പാദിച്ചാൽ ആ വ്യക്തി അള്ളാഹു കൈവിടുകയും ആ വ്യക്തി വലിയ തകർച്ചയിലേക്ക് എത്തുകയും ചെയ്യും. അത് സമൂഹങ്ങളാണെങ്കിലും അങ്ങനെയാണ്, നാഗരികതകളാണെങ്കിലും അങ്ങനെയാണ്. ഈ ആയത്ത് മക്കക്കാർക്ക് വലിയ താക്കീതാണ് എന്നതോടൊപ്പം തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂടെയുള്ളവർക്കും വലിയ ആശ്വാസവുമാണ്. മുമ്പും ഇതുപോലെ പല പ്രവാചകന്മാരും കളവാക്കപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ അള്ളാഹു സഹായിക്കേണ്ട സമയത്ത് സഹായിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വ്യക്തമായ ആശ്വാസ സന്ദേശം കൂടിയാണ് ഈ സൂക്തം. വലിയ സാമ്രാജ്യങ്ങളും കോട്ടകൊത്തളങ്ങളും പണിതുയർത്തിയ ശക്തന്മാരായിരുന്നു മുൻഗാമികൾ. തങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് അഹങ്കരിച്ചവർ. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ അവരുടെ ആയുധങ്ങൾക്കോ കോട്ടകൊത്തളങ്ങൾക്കോ അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഫകൈഫ കാന നക്കീർ, എൻ്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. ഇബ്നു ഖൽദൂൻ്റെ ചരിത്ര സിദ്ധാന്തത്തിൽ പറയുന്നത്, ഒരു സമൂഹം ധാർമ്മികമായി ജീർണിക്കുകയും സത്യത്തെ നിഷേധിക്കുകയും ചെയ്താൽ ആ സമൂഹം തകരും. ആ നാഗരികതകളുടെ തകർച്ച അനിവാര്യമാകുമെന്നാണ്. ആ സാമൂഹ്യ ശാസ്ത്ര സത്യമാണ് ഈ ആയത്ത് വെളിപ്പെടുത്തുന്നത്. ഇത് കേവലം മക്കയിലെ ഖുറൈശികൾക്കുള്ള ഭീഷണി മാത്രമല്ല, ആധുനിക യുഗത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അഹങ്കരിച്ച് അള്ളാഹുവെ നിഷേധിക്കുന്ന എല്ലാ സമൂഹങ്ങൾക്കും ഒരുപോലെ പാഠമാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ ചരിത്രത്തിൽ വലിയ ദുരന്തമായി മാറും എന്ന വലിയൊരു തത്വവും ഈ സൂക്തത്തിൽ ഉണ്ട്. അതിനാൽ മുൻഗാമികളുടെ നാശത്തിൻ്റെ കാരണങ്ങൾ എന്താണോ അത് സ്വന്തം ജീവിതത്തിൽ ഇല്ലാതിരിക്കാനും സൽവഴിയിലൂടെ സഞ്ചരിക്കാനും സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.